നമുക്കിത് കുറച്ചും കൂടി പുറകോട്ട് വിടാൻ പറ്റുമോ നോക്കാം. യെസ്, യാ, നൈസ്. ഫ്രണ്ടിൽ ആളില്ല, നമ്മൾ ബാക്ക് സീറ്റിലിരുന്ന ഒരു ഷോഫർ ഡ്രിവൺ എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ബോസ് മോഡുണ്ട്. മാനുവലി നമുക്കിത് സീറ്റ് ഫ്രണ്ടിലോട്ടിട്ടാൽ അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് ഈ ഒരു ഹാൻഡ് റെസ്റ്റ് ഒക്കെ വെച്ച് ഇരിക്കാൻ പറ്റും. നമസ്കാരം. 2019 കിയ അവരുടെ ആദ്യത്തെ വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവന്നെങ്കിൽ പോലും അതിന് മുമ്പ് ഒരുപാട് കാലം മുമ്പ് തന്നെ, അറ്റ്ലീസ്റ്റ് ഒരു 2 years മുമ്പ് തന്നെയെങ്കിലും അവർ ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റി പഠിച്ചിരുന്നു. അതിൻ്റെ ആ ഒരു മാർക്കറ്റ് പഠിച്ചിട്ടാണ് അവർ ആദ്യമായിട്ട് സെൽറ്റോസ് എന്ന് പറയുന്ന വാഹനം കൊണ്ടുവന്ന്. ആൻഡ് ആ ഒരു മാർക്കറ്റിൻ്റെ പഠനം കാരണം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു ദേ ഗോട്ട് ഇനഫ് ആൻഡ് മോർ ഫീച്ചേഴ്സ് ഫോർ ഇന്ത്യൻ മാർക്കറ്റ്. ആ ഒരു സക്സസ്സും സെൽറ്റോസിന് കിട്ടിയതിൻ്റെ കാരണം തന്നെയാണ് ആ ഒരു പഠനം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ മാർക്കറ്റിനെ പഠിച്ച് ഇന്ത്യൻ കസ്റ്റമേഴ്സിന് എന്ത് വേണം എന്നുള്ള അറിവോട് കൂടി തന്നെയാണ് പല വാഹനങ്ങളും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ വാഹനങ്ങളും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കിയ കൊണ്ടുവന്നത്. ലാസ്റ്റ് വന്ന സിറോസ് ഉൾപ്പെടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് വന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കാരൻസിൻ്റെ ഏറ്റവും പുതിയ വേർഷനാണ് കാരൻസ് ക്ലാവിസ് എന്ന് പറയുന്ന വാഹനം. കാരൻസ് ഒരു 6 seater 7 seater ഓപ്ഷനിലാണ് വന്നത്. ഡീസൽ എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ, ഈ ഓപ്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം ആളുകൾക്ക് വേണ്ട കുറേ ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു പ്രീമിയം സെഗ്മെന്റിലേക്കാണ് ഇപ്പോൾ കാരൻസ് ക്ലാവിസിനെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കിയ കൊണ്ടുവരുന്നത്. കിയ കാരൻസ് ക്ലാവിസിനെ കൊണ്ടുവരുന്ന ഒരു സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. കുറച്ചും കൂടെ ഫീച്ചർ ഫിൽഡ് ആയിട്ട് വരുന്നു കാരൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അവരൊരു ഈ സെഗ്മെന്റിനെ വിളിക്കുന്നത് തന്നെ MPVക്കും SUVക്കും ഇടയിലുള്ള ഒരു സെഗ്മെന്റ് ആയിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. ഒരു RV എന്നാണ് പറയുന്നത്, റിക്രിയേഷണൽ വെഹിക്കിൾ. അറിയത്തില്ല എന്തുകൊണ്ടാണെന്ന്, പക്ഷേ ആ ഒരു RV എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു കാരൻസ് ക്ലാവിസിനെ വിളിക്കുന്നത്. എന്നാൽ കാരൻസ് എന്ന് പറയുന്ന വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് പോകുന്നില്ല. കാരൻസ് ഉണ്ടാവും. കാരൻസിന്റെ ബേസ്, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന 2 ബേസ് വേരിയൻസ് 2 ഉണ്ടാവും. ബേസിക്കലി അതൊരു കൊമേഴ്ഷ്യൽ പർപ്പസ്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വാഹനങ്ങളുടെ മാർക്കറ്റിലേക്കായിരിക്കും അത് വരുന്നത്. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എർട്ടിഗയുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത്. എർട്ടിഗ ഇപ്പോൾ ഒരുപാട് ടാക്സീസ് നമ്മളുടെ വഴികളിൽ കാണുന്നുണ്ട്. അതുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിരിക്കും വരുന്നത്. ഡീസൽ എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ, ഈ 2 ഓപ്ഷനിലും ഉണ്ടാവും. സോ ഒരു നല്ലൊരു കോമ്പറ്റീഷനായിട്ട് കാരൻസ് ഇന്ത്യൻ മാർക്കറ്റിലുണ്ടാവും. എന്നാൽ ഈ ഒരു കിയ കാരൻസ് ക്ലാവിസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു സെഗ്മെന്റെ കുറച്ചും കൂടി പ്രീമിയം ആക്കി, കുറച്ചും കൂടി കസ്റ്റമേഴ്സിന് വേണ്ട ഒരുപാട് ഫീച്ചേഴ്സ് ആഡ് ചെയ്ത്, ലുക്ക് വൈസ് വ്യത്യാസപ്പെടുത്തി, അതിൻ്റെ സ്റ്റാൻസ് വ്യത്യാസപ്പെടുത്തി, ഒരുപാട് മോഡേൺ ഫീച്ചേഴ്സും ലുക്സും ഒക്കെ കൊണ്ടുവന്നിട്ടാണ് പുതിയ ക്ലാവിസിനെ കൊണ്ടുവരുന്നത്. കിയ കാരൻസ് ക്ലാവിസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ന്യൂ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ മോഡേൺ ഡിസൈൻ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കാരൻസിൽ ഒരു കസ്റ്റമറിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ വേണ്ടിയിരുന്ന, അല്ലെങ്കിൽ കസ്റ്റമർ ഫീഡ്ബാക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടുത്തി എല്ലാമാണ് വന്നിരിക്കുന്നത്. പുതിയ ആ ഒരു ഗ്ലോബൽ ഡിസൈൻ ഫിലോസഫിയിലാണ് പുതിയ കാരൻസ് ക്ലാവിസ് വന്നിരിക്കുന്നത്. സോ ഹോൾ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ ഫീൽ ചെയ്യും. നമ്മൾ കിയയുടെ ലൈനപ്പിൽ, കിയയുടെ ലൈനപ്പിൽ ഗ്ലോബൽ ഡിസൈനിൽ കാണുന്ന എല്ലാ തരം കാര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. ഒരു ഡിജിറ്റൽ ടൈഗർ നോസ് ഫ്രണ്ട് തന്നെയാണ് വരുന്നത് കംപ്ലീറ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ. അതുപോലെ ഒരു സ്റ്റാർ മാപ്പ് LED DRL വരുന്നുണ്ട്. ക്യൂബ് ടൈപ്പ് LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മോഡേൺ, ഒരു ഗ്ലോബൽ ഡിസൈൻ ഫിലോസഫി ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ബോണറ്റ് ആണെങ്കിലും കുറച്ചൊരു അപ്രൈറ്റ് ബോണറ്റ് ഫീൽ വരുന്നുണ്ട്. അതുപോലെ താഴെയാണെങ്കിലും ഈ ഒരു സിൽവർ കളറിലുള്ള ആ ഒരു സ്കിഡ് പ്ലേറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. സോ ഫ്രണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ പഴയ കാരൻസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പുതിയ ഡിസൈൻ ഫിലോസഫി എല്ലാം ഇപ്പോൾ അതിൻ്റെ ഫ്രണ്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാരൻസ് ക്ലാവിസിൽ വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് പറയാനില്ല. എൻ്റെ ഡിസൈൻ ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇതിൻ്റെ ആ ഒരു ലെങ്ത് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത്തിൽ ഒരു 10 mm വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അത് ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു ആ ബമ്പറിൻ്റെ ചെറിയൊരു വ്യത്യാസമായിരിക്കും. വേറെ എൻ്റെ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ഒന്നും വ്യത്യാസമില്ല. ഹൈറ്റും എല്ലാം ഏകദേശം സെയിം ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഓൾമോസ്റ്റ് സെയിം. സോ ആ ഒരു സൈഡ് പ്രൊഫൈലിൽ നോക്കുമ്പോഴാണ് ഏറ്റവും കുറവ് വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ അലോയ് വീലിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട്. പുതിയ അലോയ് വീൽ ഡിസൈനാണ് വരുന്നത്. 3 ഡിഫറെൻറ്റ് ഡിസൈനിൽ നമുക്ക് ക്ലാവിസിൽ നമുക്ക് അലോയ് വീൽ ഡിസൈൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു സിൽവർ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഒരു 17-inch അലോയ് വീൽസ് ആണ് വരുന്നത്. ORVM വരുന്നത് ഇപ്പം ഓട്ടോഫോൾഡ് ORVM വരുന്നുണ്ട്. മുകളിൽ റൂഫ് റെയിൽ അതിലൊരു സിൽവർ ആക്സെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീലാർച്ച്, ഒരു റൗണ്ട് വീലാർച്ച് വരുന്നുണ്ട്. ക്ലാഡിങ് കംപ്ലീറ്റ് വരുന്നത്. ഇവിടെ ഒരു സിൽവർ ആക്സെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെൽറ്റ് ലൈനിൽ നമുക്കൊരു സാറ്റിൻ സിൽവർ കോമ്പിനേഷനിൽ ഒരു ബെൽറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് എല്ലാം വലിയ വിൻഡോസ് ആണ്. സോ കുറച്ചുകൂടി ഒരു എയറി ഫീൽ അകത്ത് കിട്ടും. കുറച്ചുകൂടി സ്പേഷ്യസ് ആണെന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടും. ഈ ഒരു ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളും എല്ലാം നോക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊരു എയറി ഫീൽ
നമുക്ക് അകത്ത് കിട്ടും. ഗ്ലാസ് ശരിക്കും പറഞ്ഞാൽ നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒറ്റ നോട്ടിൽ നമുക്ക് ആ ബാക്കിലെ ഡോറ്, ഈ ഒരു ഡോറ് നല്ല ലെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഗ്ലാസ് ഏരിയയും നല്ല വലുതായിട്ട് തോന്നുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സീറ്റിൻ്റെ കാര്യം അല്ലെങ്കിൽ സ്പേസിൻ്റെ കാര്യത്തിലൊരു ഒരു ഒരു കോംപ്രമൈസ് അതിനകത്ത് വന്നിട്ടില്ല. സ്പേഷ്യസ് ആയിരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ. പിന്നെ വരുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറും ഷാർക്ക് ഫിനാനിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതെല്ലാം ഈ ഒരു ഡിസൈൻ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ നമുക്ക് പഴയ കാരൻസിൻ്റെ ഒരു ഡിസൈൻ വരും. പക്ഷേ ഒരുപാട് ഫീച്ചേഴ്സും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കംഫർട്ട് കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി ഭേദമായിട്ട് കാരൻസ് ക്ലാവിസിൽ വന്നിട്ടുണ്ട്. സോ റിയർ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ക്ലാവിസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഫുൾ ലെങ്ത്തിലൊരു ടെയിൽ ലാമ്പ് നമുക്ക് LED ടെയിൽ ലാമ്പ് നമുക്ക് കാണാം. ഒരു സ്റ്റാർ മാപ്പ് നെഗൻ പറയുന്ന അല്ലെങ്കിൽ കിയ വിളിക്കുന്ന സ്റ്റാർ മാപ്പ് LED ടെയിൽ ലാമ്പാണ് വരുന്നത്. അതുപോലെ തന്നെ സിഗ്നൽ ലൈറ്റ് ഇൻഡിക്കേറ്റർ ഇവിടെയാണ് വരുന്നത്. കുറച്ച് ചെറുതായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇതാണ് സിഗ്നൽ ലൈറ്റിൻ്റെ സ്പേസ്. പിന്നെ വരുന്നതിൻ്റെ ബമ്പറിൻ്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ബമ്പർ ഡിസൈനിൽ തന്നെ അല്ലെങ്കിൽ ബമ്പറിൽ തന്നെ ഒരു സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു സിൽവർ ആക്സെൻറ്റിൽ അല്ലെങ്കിൽ ഒരു സാറ്റൻ സിൽവർ ആക്സെൻറ്റിൽ ഒരു സ്കിഡ് പ്ലേറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. 360 ഡിഗ്രി ക്യാമറയുണ്ട്. അത് ഈ വാഹനത്തിൽ ഇപ്പം കാരൻസ് ക്ലാവിസിൽ പുതിയ അഡീഷനായിട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ സ്പോയിലർ ഇവിടെയാണ്. ആ ഒരു ബ്രേക്ക് ലൈറ്റ് വന്നിരിക്കുന്നത്. മുകളിൽ ഷാർക്ക് ഫിനാനിൻ്റെ കാര്യങ്ങളെല്ലാം കിട്ടാം. ക്ലാവിസ് വരുന്ന ഒരു 6 സീറ്റർ 7 സീറ്റർ ഓപ്ഷനിലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഫാമിലി കാർ അല്ലെങ്കിൽ ഒരുപാട് പേര് കയറുന്ന ഒരു വാഹനമായിട്ട് നമ്മൾ തന്നെ കാണുന്നു. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ജേർണിക്കൊക്കെ പോകുമ്പോൾ ഒരു ബൂട്ട് സ്പേസ് അല്ലെങ്കിൽ ലഗേജ് ഏരിയ നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇതാണ് ഇപ്പോൾ എല്ലാ സീറ്റും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ തേർഡ് റോയും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കിട്ടുന്ന ബൂട്ട് സ്പേസ്. 216 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് എന്നാലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 4 പേരേ ഉള്ളൂ അല്ലെങ്കിൽ 5 പേരേ ഉള്ളെങ്കിൽ നമുക്ക് ഈ ഒരു തേർഡ് റോ ഫോൾഡ് ചെയ്യാം. 50-50 എന്നുള്ള രീതിയിൽ ഫോൾഡ് ചെയ്യാം. ഡിപ്പെൻഡിങ് അപ്പോൺ എത്ര ലഗേജ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വലിയ സ്പേസ്, ലഗേജ് സ്പേസ് അല്ലെങ്കിൽ ബൂട്ട് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ആ ഒരു കൺസേൺ വേണ്ട എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു പ്രീമിയംനെസ്സിനോട് കൂടി അല്ലെങ്കിൽ ഒരു പ്രീമിയം വാഹനത്തോടു കൂടി നമുക്കിപ്പോൾ ഇതിനകത്ത് നല്ലൊരു ബൂട്ട് സ്പേസും കൂടെ ഇപ്പോൾ കിട്ടുന്നുണ്ട്. സോ കാരൻസ് ക്ലാവിസിൻ്റെ ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ കാരൻസുമായിട്ട് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ്. ഒരുപാട് ഡിഫറൻസ്, എല്ലാ ആസ്പെക്ട്സിലും നോക്കിയാലും ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഫീച്ചർ വൈസ്, അതിൻ്റെ ഒരു എർഗണോമിക്സ്, എവറിത്തിങ് ഇസ് ഡിഫറെൻറ്റ്. അതിൻ്റെ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ പുതിയ കിയ വാഹനങ്ങളിൽ കാണുന്ന രീതിയിലുള്ള വലിയ സ്ക്രീനാണ് വരുന്നത്. 12.25 ഇഞ്ചിൻ്റെ 2 ഡ്യുവൽ സ്ക്രീനാണ് വരുന്നത്. 12.25ൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും 12.25ൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ കിയയുടെ പുതിയ വാഹനങ്ങളിലെല്ലാം കാണുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീൻ ലുക്സ് ബിഗ്, കുറച്ചും കൂടെ പ്രീമിയം. അതുപോലെ തന്നെ ഈ ഒരു പാനൽ, ഇതൊരു ഡ്യുവൽ പാനലാണ്. ഇത് നമുക്ക് AC-യുടെ കൺട്രോൾസിന് വേണ്ടിയിട്ടും ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റും. വിത്ത് ടാപ്പ് ഓഫ് ഒരു ടച്ച് സെൻസിറ്റീവ് ആണ്, ടച്ച് ആണ് ഈ ഒരു കംപ്ലീറ്റ് ഒരു പാനൽ വരുന്നത്. അതിനകത്ത് തന്നെ എല്ലാ കൺട്രോൾസും നമുക്ക് കിട്ടുന്നുണ്ട്. AC-യുടെ കൺട്രോൾസും അതുപോലെ തന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും. പിന്നെ വരുന്നതിൻ്റെ സെൻറ്റർ കൺസോളാണ്. സെൻറ്റർ കൺസോൾ ലുക്സ് റിയലി ഗുഡ്. പഴയ കാരൻസുമായിട്ട് നോക്കുമ്പോൾ വളരെ വ്യത്യാസമാണ്. സെൻറ്ററിൽ തന്നെ നമുക്കൊരു വയർലെസ് ചാർജിൻ്റെ സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു 2 സൈഡിൽ നമുക്ക് സ്വിച്ചസ് വരുന്നുണ്ട്. ഇത് വെന്റിലേറ്റഡ് സീറ്റിൻ്റെയാണ്. ഫ്രണ്ടിലെ 2 സീറ്റും വെന്റിലേറ്റഡ് സീറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസർ, 360 ഡിഗ്രി ക്യാമറ, അത് പുതിയ അഡീഷനാണ്. അതുപോലെ തന്നെ ഈ സൈഡിലാണെങ്കിലും നമുക്ക് ഡ്രൈവ് മോഡ്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. 3 ഡിഫറെൻറ്റ് ഡ്രൈവ് മോഡ്സ് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. USB പോർട്ടും അതുപോലെ തന്നെ C ടൈപ്പ് ഇതിൽ വരുന്നുണ്ട്. അത് കൂടാതെ 12 വോൾട്ട് ചാർജറും വരുന്നുണ്ട്. സോ 2 ഓപ്ഷനും നമുക്ക് ഇതിനകത്ത് 3 ഓപ്ഷനും ആക്ച്വലി നമുക്ക് ഈ ഒരു സെൻറ്റർ കൺസോളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്, ഫോൺ ചാർജ് ചെയ്യാനും കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട്. ഗിയർ നോബ് ഇതൊരു DCT 7 സ്പീഡ് DCT ആണ്, പെട്രോൾ വേർഷൻ DCT ആണ് വരുന്നത്. അതിൻ്റെ ഗിയർ നോബ് ഇവിടെ ഒരു കൂൾഡ് കപ്പ് ഹോൾഡർ ഉണ്ട്. അതും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ എല്ലാ രീതിയിലും ഒരുപാട് വ്യത്യാസപ്പെടുത്തിയാണ് വരുന്നത്. അതുപോലെ ഈ ഒരു ഹാൻഡ് റെസ്റ്റിൻ്റെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, അത് മാറ്റിയാൽ നമുക്ക് ഫുൾ ഡെപ്തിലൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതും വളരെ കംഫർട്ടബിൾ ആയിട്ടൊരു സ്പേസാണ്. സ്റ്റിയറിംഗ് നമ്മൾ സിറോസിൽ കണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റിയറിംഗ് ആണ്. ഒരു ഡി കട്ട് സ്റ്റിയറിംഗ് വരുന്നുണ്ട്. ഒരു 2 സ്പോക്ക് എന്ന് വേണമെങ്കിലും പറയാം, ഡി കട്ട് എന്ന് വേണമെങ്കിലും പറയാം. ഒരു സ്റ്റിയറിംഗ് കിട്ടുന്നുണ്ട്. ഫ്ലാറ്റ് ബോട്ടമാണ്. ഫ്ലാറ്റ് ബോട്ടവും മുകളിലും ഫ്ലാറ്റ് ആയിട്ട് വരുന്നുണ്ട്. നല്ല സ്റ്റിയറിംഗ് ആണ്. അതുപോലെ തന്നെ പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടെക്സ്ചർ, ഇത് ഞാൻ പറയുന്നത് ഈ ഒരു സിറോസിൽ നമ്മൾ കണ്ടിരിക്കുന്നതാണ് ഈ ഒരു ടെക്സ്ചർ. പക്ഷേ ആ ഒരു ടെക്സ്ചർ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഫുൾ ലെങ്ത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ ഡാഷ്ബോർഡിൽ. അതുപോലെ തന്നെ 64 ഡിഫറെൻറ്റ് ആംബിയൻ ലൈറ്റ്സും നമുക്ക് കിട്ടുന്നുണ്ട്. പാൻഡ്രോമിക് സൺറൂഫാണ് മറ്റൊരു അഡീഷനായിട്ട് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ഫുൾ ലെങ്ത്തുള്ളൊരു പാൻഡ്രോമിക് സൺറൂഫും നമുക്കിപ്പോൾ കാരൻസ് ക്ലാവിസിൽ ലഭിക്കുന്നുണ്ട്. ഫ്രണ്ടിലിരിക്കുമ്പോൾ തന്നെ സ്പേസിൻ്റെ കാര്യത്തിലൊരു കുറവില്ല.
അതുപോലെ തന്നെ പുതിയ ഈ ഒരു ഡോർ ഹാൻഡിൽസും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ പുതിയതാണ് ഡോർ ഹാൻഡിലിൻ്റെ. സോ എല്ലാ രീതിയിലും ഡിഫറെൻ്റ് ആണ്. പഴയ കാരൻസുമായിട്ട് നമുക്ക് കമ്പാരിസണേ ഇല്ല. എവറിത്തിങ് ഈസ് ന്യൂ, എവറിത്തിങ് ഈസ് മോഡേൺ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം വന്നിരിക്കുന്നത്. ക്ലാവിസിൻ്റെ സെക്കൻഡ് റോ ആണ് ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു സ്പേസ്. സെക്കൻഡ് റോ വളരെ കംഫർട്ടബിൾ ആയിട്ടൊരു സോണാണ്. അതിൻ്റെ റീസൺ ഒന്ന്, സീറ്റ്സ് കുറച്ചും കൂടി ബെറ്ററായി. അതുപോലെ ഇതൊരു 6 സീറ്റർ ഓപ്ഷനാണ്, ഒരു ക്യാപ്റ്റൻ സീറ്റ് എന്ന രീതിയിൽ വരുന്നു. സോ ഫുള്ളായിട്ട് നമുക്ക് റിക്ലൈൻ ചെയ്യണമെങ്കിൽ ഈ ഒരു പൊസിഷനിൽ നമുക്ക് റിക്ലൈൻ ചെയ്യാൻ ബാക്ക് സീറ്റ് ഓപ്പൺ ആണെങ്കിൽ, അല്ലെങ്കിൽ അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി പോകുമായിരിക്കും. പക്ഷെ എന്താണെങ്കിൽ എൻ്റെ ഒരു കംഫർട്ടബിൾ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതുപോലെ തന്നെ സൺ ഷെയ്ഡ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. സോ ഇറ്റ് ആക്ച്വലി ഹെൽപ്സ്. ഒരു സൂര്യനൊക്കെ അടിക്കുന്ന സമയത്ത് ഈ ഒരു സൺ ഷെയ്ഡ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതും ഒരു പ്രീമിയം ഫീച്ചറായിട്ട് വരുന്നു. അതുപോലെ തന്നെ എയർ പ്യൂരിഫയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ AC-യുടെ ബ്ലോവർ നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഇങ്ങോട്ടൊരു അല്ലെങ്കിൽ ഒരു 3 സോൺ AC അല്ല, ബ്ലോവർ മാത്രമാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. 2 C-ടൈപ്പ് ചാർജിങ് പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്നുണ്ട്. സോ ഇത് ക്യാപ്റ്റൻ സീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ഹാൻഡ് റെസ്റ്റ് പോലെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. സോ ബോസിൻ്റെ സ്പീക്കേഴ്സ് 8 സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. ബോസിൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ ഒരു 8 ബോസിൻ്റെ സ്പീക്കേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫുൾ ലെങ്ത് സൺ റൂഫ് കിട്ടുന്നുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ഒരു 6 സീറ്റർ 7 സീറ്റർ ഓപ്ഷൻ ആയതുകൊണ്ട് ബാക്ക് സീറ്റിലെ നമ്മുടെ ഒരു കംഫർട്ടും കൂടെ നോക്കണം, അല്ലെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് നോക്കണം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു പൊസിഷൻ നമ്മൾ മാറ്റുന്നില്ല. പക്ഷേ റിക്ലൈൻ നമ്മൾ കുറച്ചും കൂടി ഒരു ഈ ഒരു പൊസിഷനിൽ നമുക്ക് ഇരുന്നിട്ട് ഇതിൻ്റെ തേർഡ് റോയും കൂടെ ഒന്ന് നോക്കാം. നോട്ട് ബാഡ്. ആക്ച്വലി വലിയ മോശം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര സ്പേഷ്യസ് അല്ല, പക്ഷേ ഇരിക്കാൻ പറ്റും. ഞാൻ കാണിച്ച ആ ഒരു പൊസിഷനിൽ നിന്ന് തേർഡ് റോയിലേക്ക് വന്നിരിക്കുമ്പോൾ കിട്ടുന്നൊരു സ്പേസ് ആണിത്. ഇത് ഒരു നമ്മൾ സാധാരണ പറയും തേർഡ് റോ നമുക്കൊരു എന്താ പറയുന്നൊരു അഡൾട്ടിന് ഇരിക്കാൻ പറ്റില്ല, കുട്ടികൾക്കാണ്. പക്ഷെ അല്ല, നമുക്ക് തേർഡ് റോ വേണമെങ്കിൽ ഒരു അഡൾട്ടിനും അത്യാവശ്യം ഡിസ്റ്റൻസ് എല്ലാം കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പറഞ്ഞ പോലെ ഒരു നല്ലൊരു ക്വാർട്ടർ ഗ്ലാസ് ഇവിടെ ഉണ്ട്. ഇവിടെയും C-ടൈപ്പിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. AC-യുടെ ബ്ലോവറും നമുക്ക് മുകളിൽ നിന്ന് വരുന്നുണ്ട്. സെക്കൻഡ് റോയിൽ നമുക്ക് മുകളിൽ നിന്ന് വരുന്ന പോലെ തന്നെ തേർഡ് റോയിൽ നമുക്ക് AC-യുടെ ബ്ലോവർ വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോൾസ് അവിടെ തന്നെയാണ്. തെറ്റില്ലാത്തൊരു സ്പേസ് ആണ്. 6 സീറ്റർ ഓപ്ഷനിൽ ഡെഫിനറ്റ്ലി തെറ്റില്ലാത്തൊരു സ്പേസ് നമുക്ക് തേർഡ് റോയിലും കിട്ടുന്നുണ്ട്. നമുക്കിത് കുറച്ചും കൂടി പുറകോട്ട് വിടാൻ പറ്റുമോ നോക്കാം. യെസ്, യാ, നൈസ്. റിക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ടിരിക്കാം കേട്ടോ. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിൽ കുറച്ച് സ്പേസ് ഉണ്ടാവുള്ളൂ, ബൂട്ട് സ്പേസിന്. പക്ഷെ നല്ല സുഖമായിട്ട് ഇരിക്കാം. പക്ഷെ കാലൊക്കെ നീട്ടി വെച്ച് സെക്കൻഡ് റോയിൽ നിന്ന് തേർഡ് റോയിലേക്ക് പോയതുകൊണ്ടാണ് ഞാൻ ഈ സെൻറ്ററിൽ കൂടെ കയറി പോയത്. അല്ലെങ്കിൽ ഒരാൾക്ക് പുറത്തുനിന്ന് കയറണമെങ്കിൽ ഇവിടെ ഒരു 1 ബട്ടൺ അല്ലെങ്കിൽ ഒരു സിംഗിൾ ടച്ച് ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്താൽ ഇതിങ്ങനെ ഫോൾഡ് ആയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സെക്കൻഡ് റോ അല്ലെങ്കിൽ തേർഡ് റോയിലേക്ക് കയറാനും പറ്റും. സോ സെക്കൻഡ് റോയിലെ ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പോക്കറ്റ് കാണാം, നമ്മുടെ ഫോണൊക്കെ വേണമെങ്കിൽ വെക്കാം. അതുപോലെ തന്നെ ഒരു സൺഷെയ്ഡ് ഇവിടെ നൽകിയിട്ടുണ്ട്. AC-യുടെ ബ്ലോവർ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്കിപ്പോൾ ഇവിടെ ഒരു ട്രേ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു കപ്പും അതുപോലെ നമ്മുടെ ഫോണോ ലാപ്ടോപ്പോ ഒക്കെ വെക്കണമെങ്കിൽ തെറ്റില്ലാത്ത രീതിയിൽ ഉള്ളൊരു ട്രേ നൽകിയിട്ടുണ്ട്. ഇനി ഇതൊന്നും പോരാതെ നമുക്ക് ഫ്രണ്ടിൽ ആളില്ല, നമ്മൾ ബാക്ക് സീറ്റിലിരുന്ന ഒരു ഷോഫർ ഡ്രിവൺ എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ബോസ് മോഡുണ്ട്. മാനുവലി നമുക്കിത് സീറ്റ് ഫ്രണ്ടിലോട്ടിട്ടാൽ അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് ഈ ഒരു ഹാൻഡ് റെസ്റ്റൊക്കെ വെച്ച് ഇരിക്കാൻ പറ്റും. കാരൻസ് ക്ലാവിസിൻ്റെ ഡ്രൈവിലേക്ക് വന്നാൽ അതിൻ്റെ ഡൈനമിക്സിലോ അങ്ങനെ കാര്യങ്ങളിലോ സസ്പെൻഷനിലോ ഒന്നും വലിയ വ്യത്യാസങ്ങളില്ല. ഈവൻ എഞ്ചിൻ ഓപ്ഷൻസ് പോലും സിമിലർ ആണ് കാരൻസുമായിട്ട് നോക്കിയാൽ. പക്ഷേ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് ഗിയർ ബോക്സിലാണ്. ഒരു ഈ 1.5 ടർബോയിൽ നമുക്കിപ്പോൾ 1.5 ടർബോ പെട്രോളിൽ നമുക്കിപ്പോൾ ഒരു മാനുവൽ ഗിയർ ബോക്സ്, ഒരു 6 സ്പീഡ് മാനുവലും കൂടി അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഒരു വ്യത്യാസം മെയിനായിട്ട് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് 3 ഡിഫറെൻറ്റ് എഞ്ചിൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. അത് കൂടാതെ ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന 1.5 ടർബോ GDI പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. അത് കൂടാതെ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും അവൈലബിൾ ആയിരിക്കും നമുക്ക് ക്ലാവിസിൽ. സോ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് ഞാൻ 1.5 ലിറ്റർ ടർബോ GDI പെട്രോൾ എഞ്ചിനാണ്. ഇതിൽ 3 ഗിയർ ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വരുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് 6 സ്പീഡ് IMT വരുന്നുണ്ട്. അതും കൂടാതെ നമുക്ക് 7 സ്പീഡ് DCT ഗിയർ ബോക്സും വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് 7 സ്പീഡ് DCT ഗിയർ ബോക്സാണ്. വെരി സ്മൂത്ത്. നമുക്ക്
കിയയുടെ വാഹനങ്ങളിൽ കാണുന്ന സെയിം 7-speed DCT തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. വളരെ സ്മൂത്തായിട്ട് നല്ല രീതിയിലുള്ളൊരു ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് 3 ഡ്രൈവ് മോഡ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിൽ ഡ്രൈവ് മോഡ്സ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്കോ, നോർമൽ, സ്പോർട്ട് എന്നുള്ള 3 ഡ്രൈവ് മോഡ്സും നമുക്ക് അവൈലബിൾ ആയിരിക്കും. സ്പോർട്ടിൽ കുറച്ചും കൂടി റിയാക്ഷൻ ഉണ്ട്, കുറച്ചും കൂടി നമുക്കൊരു സ്പോർട്ടിയ ഫീൽ കിട്ടുന്നുണ്ട്. ഇതിനകത്ത് വരുന്ന പവർ എന്ന് പറയുന്നത് നമുക്കൊരു നാച്ചുറൽ ആസ്പിറേറ്റഡ് ആണെങ്കിൽ നമുക്ക് പവർ വരുന്ന ഒരു 115 PS കാര്യങ്ങളാണ് വരുന്നത്. അത് ഡീസൽ എഞ്ചിനിലേക്ക് വന്നാലും ഒരു 115-116 ഹോഴ്സ് പവർ ആണ് നമുക്ക് കിട്ടുന്ന പവർ ആ രണ്ട് എഞ്ചിനിലും. എന്നാൽ ഈ ഒരു DCT 1.5 ടർബോ DCTയിലേക്ക് വന്നാൽ 160 HP പവർ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഈ ഒരു പെട്രോൾ എഞ്ചിൻ കുറച്ചും കൂടി പവർഫുൾ ആണ് എന്നുള്ള കാര്യമാണ് വരുന്നത്. ഈ ഒരു പെട്രോൾ വേർഷനിൽ അല്ലെങ്കിൽ 1.5 ടർബോ GDI പെട്രോളിൽ നമുക്ക് മൈലേജ് കിട്ടുന്നത്, അതായത് 6-speed മാനുവലിൽ നമുക്കൊരു 15.85 km/ലിറ്റർ ആണ് മൈലേജ് കമ്പനി പറയുന്നത്. അത് IMTയിലും സെയിം തന്നെയാണ്, 15.85 വരെയാണ് വരുന്നത്. എന്നാൽ ഈ ഒരു DCTയിലേക്ക് വരുമ്പോൾ മൈലേജ് നമുക്ക് കമ്പനി പറയുന്നത് 16.66 km/ലിറ്റർ ആണ്. അതായത് DCTയിൽ കുറച്ചും കൂടി മൈലേജ് പറയുന്നുണ്ട്. നല്ല രീതിയിൽ ഹൈവേയിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ആ ഒരു മൈലേജ് കിട്ടും. പക്ഷേ ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നൊരു 2-2.5 മണിക്കൂറായിട്ട് ഈ വാഹനം ഓണായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഡ്രൈവ് ചെയ്തും അതുപോലെ അല്ലാത്ത സമയത്തും എല്ലാം ഓണായിട്ട് തന്നെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ടെസ്റ്റ് ഡ്രൈവ് സിറ്റുവേഷനിൽ എനിക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ ഒരു 12 km/ലിറ്റർ ആണ് ഇപ്പോൾ കിട്ടുന്നത്. പക്ഷേ ഹൈവേയിൽ നല്ല രീതിയിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ക്ലോസ് ടു ദാറ്റ് 16.66 കിട്ടാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഒരു 14 കിട്ടേണ്ടതാണ്. അതുപോലെ ഡീസൽ എഞ്ചിൻ ഓപ്ഷനിൽ നമുക്ക് 2 ഗിയർ ബോക്സ് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 116 HP പവറോളം നമുക്ക് കിട്ടുന്നുണ്ട്. 2 ഗിയർ ബോക്സ്, 6-speed മാനുവലും 6-speed ഓട്ടോമാറ്റിക് നമുക്ക് ഇതിനകത്ത് വരുന്നത്. 6-speed മാനുവലിൻ്റെ ഒരു മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 19 km/ലിറ്റർ ആണ് നമുക്ക് കിട്ടുന്നത് മാനുവലിലാണെങ്കിൽ. എന്നാൽ കമ്പനി പറയുന്നതാണ് കേട്ടോ. എന്നാൽ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നാൽ 6-speed ഓട്ടോമാറ്റിക്കിലേക്ക് വന്നാൽ കമ്പനി പറയുന്നത് ഏകദേശം ഒരു 17 km/ലിറ്റർ ആണ് ഡീസൽ എഞ്ചിനിൽ പറയുന്നത്. സേഫ്റ്റിയാണ് മറ്റൊരു വലിയ ആസ്പെക്ട്. കാരണം സേഫ്റ്റിയാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്. അതിൻ്റെ സ്റ്റാർ റേറ്റിംഗ് എത്രയാണ്, അതുപോലെ ഏതൊക്കെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ കാരൻസ് ക്ലാവസിൽ നമുക്ക് 18 ഡിഫറെൻറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇത് കൂടാതെ ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അഡാസ് ഫീച്ചേഴ്സ് തന്നെ എല്ലാം കൂടെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം 20 ഡിഫറെൻറ്റ് അഡാസ് ഫീച്ചേഴ്സും വരുന്നുണ്ട്. സോ ഓവറോൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ 6 എയർ ബാഗ് ഇപ്പോൾ നമുക്ക് ക്ലാവസിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടും കിട്ടുന്നുണ്ട്. സോ എല്ലാ വേരിയൻസിലും നമുക്ക് 6 എയർ ബാഗ്, 6 എയർ ബാഗും കിട്ടുന്നുണ്ട്. സോ എല്ലാ രീതിയിലും സേഫ് ആയിട്ടുള്ളൊരു വാഹനമായിട്ടാണ് ക്ലാവസിനെ അല്ലെങ്കിൽ കാരൻസ് ക്ലാവസിനെ കൺസിഡർ ചെയ്യേണ്ടത്. സോ കളർ കോമ്പിനേഷൻസിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ 8 ഡിഫറെൻറ്റ് കളേഴ്സിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിരിക്കും. നേരത്തെ ഉണ്ടായിരുന്ന ഒരു റെഡ് കളർ മാറ്റി, കാരൻസിലുണ്ടായിരുന്ന റെഡ് കളർ മാറിയിട്ട് ഇപ്പോൾ ഒരു സിൽവർ കളർ, ഒരു ഇറ്റ്സ് പ്രിറ്റി ഗുഡ് കളർ, ഒരു സിൽവർ കളർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഒരു ബ്ലൂ ടോണിലുള്ളൊരു കളറാണ്. ഇതിൻ്റെ വിലയാണ് മറ്റൊരു ഫാക്ടർ. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കാരൻസ് എന്ന് പറയുന്ന വാഹനം അതിൻ്റെ ബേസ് മോഡൽ ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൽ നിലനിർത്തും. കാരണം അതൊരു കൊമേഴ്ഷ്യൽ സ്പേസിലും കൂടെ കൂടിയിട്ട് കാരൻസിനെ ഉപയോഗിക്കാം. പക്ഷേ കാരൻസ് ക്ലാവസിലേക്ക് വന്നാൽ കുറച്ചും കൂടെ പ്രീമിയം ആയിട്ട് വരുന്നൊരു വാഹനമായതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സ് ഉണ്ട്. ഡിഫറെൻറ്റ് വേരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ബേസ് വേരിയൻറ്റ് തൊട്ട് ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരെയുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം ഒരു 12 lakhsൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ടുവേർഡ്സ് 19 lakhs വരെ ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച്, എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് ഡീസൽ എഞ്ചിൻ കാരൻസ് ക്ലാവസ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ കിട്ടിയത്. നമ്മൾ പെട്രോൾ DCT ടോപ്പ് എൻഡ് വേർഷനാണ് നമ്മൾ ഡ്രൈവ് ചെയ്തത്. പക്ഷേ ഡീസൽ ഓട്ടോമാറ്റിക്കിലേക്ക് വന്നപ്പോൾ നമുക്കൊരു മിഡ് വേരിയൻറ്റിലാണ് കിട്ടിയത്. അതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റ് ഇല്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഡീസലിൽ ഓട്ടോമാറ്റിക്കലി ടോപ്പ് എൻഡ് വേരിയൻറ്റ് ഇതാണെന്ന് തോന്നുന്നു. ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആക്ച്വലി. അതിൻ്റെ സ്ക്രീൻ മറ്റേ DCT പെട്രോളിൽ ഫുൾ സ്ക്രീൻ അല്ലെങ്കിൽ സിംഗിൾ പാനലിൽ ഡ്യുവൽ സ്ക്രീൻ ആയതിന് പകരം ഇതൊരു സിംഗിൾ പാനൽ വരെ തോന്നുന്നേ ഉള്ളൂ. പക്ഷേ സിംഗിൾ സ്ക്രീൻ വേറെ സ്ക്രീൻസ് ആണ്. അതുപോലെ ഈ ബട്ടൺസ് ഒന്നും നമുക്ക് മറ്റതിലില്ല, ടോപ്പ് എൻഡ് വേർഷനിൽ വരുന്നില്ല. ഇതിന് പകരം ഇവിടെ ഫിസിക്കൽ ബട്ടൺസ് ആണ്. അതുപോലെ ആ കൺട്രോൾസ് എല്ലാം ഇവിടെ ഒരു സിംഗിൾ പാനലിലായിരുന്നു. ആ പാനൽ തന്നെ ഇറ്റ്സ് ഒരു ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ പാനലിൽ തന്നെ രണ്ടും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഒരു പാനലാണ് വരുന്നത്. ബാക്കി സ്വിച്ചസ് എല്ലാം നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ സൈഡിൽ തന്നെയാണ് വരുന്നത്. സോ അതാണ് ഒരു മേജർ വ്യത്യാസം വരുന്നത്. ഈ ഒരു മിഡ് വേരിയൻറ്റിൽ നമുക്ക് വയർലെസ് ചാർജർ വരുന്നില്ല. അതുപോലെ തന്നെ ഫ്രണ്ട് സീറ്റ്സ് നമുക്ക് വെന്റിലേറ്റഡ് അല്ല, അതിന് പകരം ഒരു ഫാബ്രിക് സീറ്റാണ് വരുന്നത്. മറ്റതിൽ നമുക്ക് ടോപ്പ് എൻഡ് വേർഷനിലേക്ക് വരുമ്പോൾ ഒരു ലെതർ സീറ്റാണ് വരുന്നത്. അതിൻ്റെ വെന്റിലേറ്റഡ് സീറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൂടാതെ നമുക്ക് സ്റ്റിയറിംഗ് ആണെങ്കിലും സ്റ്റിയറിംഗിൻ്റെ സ്റ്റൈലിംഗ് ഷേപ്പും കാര്യങ്ങളും എല്ലാം ഒരു D ടൈപ്പ് അല്ലെങ്കിൽ ഒരു
2 സ്പോക്ക് സ്റ്റിയറിംഗ് ഡി ടൈപ്പ് ആണ് വരുന്നതെങ്കിൽ പോലും അത് ലെതർ സ്റ്റിയറിംഗ് അല്ല, അതുപോലെ തന്നെ പാരൽ ഷിഫ്റ്റ് കാര്യങ്ങളില്ല ഇതിനകത്ത് ഡീസൽ മിഡ് വേരിയന്റിലേക്ക് വരുമ്പോൾ. ഇതൊക്കെയാണ് ഒരു വ്യത്യാസമായിട്ട് നമുക്ക് ഒറ്റയടിക്ക് വരുന്നത്. പിന്നെ മേജർ വ്യത്യാസം ഇതിനകത്ത് ഇപ്പോൾ ഒരു പാൻഡ്രോമിക് സൺറൂഫും ഇല്ല, ഇതിനകത്ത് സൺറൂഫായി വരുന്നില്ല എന്നുള്ള വ്യത്യാസങ്ങളൊക്കെയാണ് വരുന്നത്. സോ പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ടോപ്പ് ഇൻ വേർഷനിൽ നമുക്കൊരു ഫാബ്രിക് മെറ്റീരിയലാണ് വരുന്നത്, പക്ഷേ ഇവിടെയും നമുക്ക് ആ ഒരു ടെക്സ്ചർ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. സോ അതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന വ്യത്യാസങ്ങൾ. സോ അബൌട്ട് ദ ഡ്രൈവ്, പെട്രോൾ DCTയിൽ നിന്ന് ഡീസലിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു വ്യത്യാസമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് സെയിം എഞ്ചിൻ തന്നെ നമ്മൾ നേരത്തെ ഈ കാരൻസിലും അതുപോലെ കിയയുടെ വാഹനങ്ങളിലെല്ലാം കണ്ടിരിക്കുന്ന സെയിം എഞ്ചിൻ 1.5 CRDI എഞ്ചിൻ, 1.5 ലിറ്റർ CRDI ഡീസൽ എഞ്ചിനാണ് ഇതിനകത്തും വരുന്നത്. അതിൻ്റെ പവർ വരുന്നത് 116 HP പവറും 250 ന്യൂട്ടൺ ടോർക്കുമാണ്. സോ എനിക്ക് ഈ ഒരു ഡ്രൈവിൽ എനിക്ക് ഫീൽ ചെയ്ത് കുറച്ചും കൂടി ഒരു ഹെവി ഫീൽ ഉണ്ട്. പെട്രോൾ ഓടിക്കുന്നതിനേക്കാൾ ഹെവി ഫീൽ ഡെഫിനറ്റ്ലി ഒരു ഡീസൽ ആയതുകൊണ്ട് ഒരു ഹെവി ഫീൽ വരുന്നുണ്ട്. പക്ഷേ കുറച്ചും കൂടി ഒരു റിഫൈൻഡ് ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു റിഫൈൻഡ് ആണ്, കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡ്രൈവ് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മൈലേജ് ആണെങ്കിലും കമ്പനി പറയുന്നത് 6 സ്പീഡ് മാനുവലും ഒരു 6 സ്പീഡ് ടോക്ക് കൺവേർട്ടർ അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക്കുമാണ് ഇതിനകത്ത് വരുന്നത്. അതിൽ 6 സ്പീഡ് മാനുവലിൻ്റെ മൈലേജ് കമ്പനി പറയുന്നത് 19.5 ആണ്. അതുപോലെ ഓട്ടോമാറ്റിക്കിൻ്റെ മൈലേജ് പറയുന്നത് 17.5 ആണ്. എന്താണെങ്കിലും ഞാനിപ്പോൾ വളരെ മാന്യമായിട്ടാണ് ഇതിപ്പോൾ ഒരു 20-25 കിലോമീറ്റേഴ്സ് ഞാൻ ഓടിച്ചത്. മാന്യമായിട്ട് ഓടിച്ചപ്പോൾ എനിക്കൊരു 20 അടുത്ത് മൈലേജ് ഉണ്ട്. യെസ്, സോ ഒരു നോർമൽ ഡ്രൈവിൽ ഒരു 17 to 18 നോർമൽ ഡ്രൈവിൽ ആക്സിലറേഷനൊക്കെ നിങ്ങൾ നോർമലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഇതാണ് ഡീസലിൻ്റെ വിശേഷം. ഇൻറ്റീരിയറിലുള്ള വ്യത്യാസങ്ങൾ പോലെ എക്സ്റ്റീരിയറിലും ഈ ഒരു മിഡ് വേരിയൻറ്റ് ഡീസലിലേക്ക് വന്നപ്പോൾ വ്യത്യാസങ്ങളുണ്ട്. അതിന് ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഒരു സിംഗിൾ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് LED-യിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ബൾബാണ്, ഹാലജൻ ബൾബാണ് അതിൻ്റെ സിഗ്നൽ ലൈറ്റ് ഇൻഡിക്കേറ്റർ വന്നിരിക്കുന്നത്. അതുപോലെ അലോയ് വീൽസിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ടോപ്പ് ഇൻ വേർഷനും ഈ ഒരു ഡീസൽ മിഡ് വേരിയൻ്റ് ആയിട്ട് നോക്കുമ്പോൾ, മിഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സിൽ കുറവ് വന്നതോടൊപ്പം തന്നെ ഇതിനകത്ത് അഡാസ് ഫീച്ചേഴ്സ് വരുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ മിഡ് വേരിയൻറ്റ് ടോപ്പ് എൻഡ് ആ ഒരു വ്യത്യാസമാണ് ഇതിനകത്ത് വരുന്നത്. സോ ഇതിൻ്റെ പ്രൈസ് അനൗൺസ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഇതിൻ്റെ വേരിയൻസിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ടോപ്പ് എൻഡിൽ ഡീസൽ വരുന്നത്. നോർമലി ടോപ്പ് എൻഡിൽ ഡീസൽ വരാറില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. കാരണം അന്നേരം പ്രൈസ് ഒരുപാട് കൂടിപ്പോകും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ നിർത്താൻ വേണ്ടിയിട്ട് ടോപ്പ് എൻഡിലേക്ക് ഡീസൽ പോകാറില്ല. DCT അല്ലെങ്കിൽ പെട്രോളാണ് ടോപ്പ് എൻഡിലേക്ക് എല്ലാ ഫീച്ചേഴ്സും വെച്ച് വരുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും അത് പ്രൈസ് അനൗൺസ്മെൻറ്റിൻ്റെ ഒപ്പം വേരിയൻസിൻ്റെ അനൗൺസ്മെൻറ്റ് എല്ലാത്തിൻ്റെ ഒപ്പം നമുക്കറിയാൻ പറ്റും. സോ എന്താണെങ്കിൽ ഇതാണ് ഒരു ഡീസൽ എഞ്ചിൻ്റെ മൊത്തം ഒരു ഫീൽ കാര്യങ്ങൾ. സേഫ്റ്റിക്ക് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ പറയുന്ന പോലെ ഫീൽസ് ഗുഡ്, ഹെവിനെസ് ഉണ്ട്. അതുപോലെ എയർ ബാഗും 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. ബോഡി റോൾ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു ഡീസൽ എഞ്ചിൻ്റെ എല്ലാ സുഖവും എനിക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഡ്രൈവിൻ്റെ സമയത്ത്. നൗ അബൌട്ട് ദ പ്രൈസിങ്. ഇതിൻ്റെ പ്രൈസ് ഇതുവരെ ഞാൻ ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല. മിക്കവാറും ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രൈസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. പക്ഷേ ഞാനൊരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസിങ്, ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഒരു വേരിയൻറ്റിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ടിങ് ഒരു 12 lakhsൽ നിൽക്കുക, അല്ലെങ്കിൽ 12 lakhsന് തൊട്ട് താഴെ സ്റ്റാർട്ടിങ് പ്രൈസ് എക്സ് ഷോറൂം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു 19 lakhsലേക്കായിരിക്കും ഇതിൻ്റെ ടോപ്പ് എൻഡ് വേർഷൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി ഇതിൻ്റെ കറക്റ്റ് പ്രൈസിങ് വരുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഈ ഒരു വേർഷനിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും നമുക്ക് കിട്ടുന്നുണ്ട്. ഉടനെ തന്നെ വിതിൻ ഫ്യൂ മന്ത്സ് നമുക്ക് EVയും കൂടി ഒരു മാസ് മാർക്കറ്റിലേക്ക് ഒരു EV കിയയുടെ ലൈനപ്പിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. അതിൽ സ്റ്റാർട്ടിങ് മിക്കവാറും കാരൻസിലായിരിക്കാനുമാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നു. അതൊരു എക്സ്ക്ലൂസീവായിട്ടിരിക്കട്ടെ. ഓക്കെ.